ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഞങ്ങൾ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്ത കുറച്ച് പേരെ പറ്റിയിട്ട്. അതിൽ കുറച്ച് പേരെ കാണാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം അവർ വെയിറ്റ് ചെയ്യാം. അതിലൊരു 3 പേര് ഇന്ന് വരും. അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെയാണെങ്കിൽ കുറേ കമ്പനീസ് ഉണ്ട്. ഇവിടെ ആകെ മാറിപ്പോയി. ഞാൻ പണ്ട് വന്ന പോലെയേ അല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ആകെ മൊത്തം കൺഫ്യൂഷൻ ആയിപ്പോൾ ഏത് വഴിയാണ് കയറേണ്ടതെന്ന്. ഇവിടെ ഫ്ലൈ ഓവറൊക്കെ വന്ന് ആകെ മാറി. ഇതാണ് ദ ബേ എന്ന് പറയുന്ന സ്ഥലം. ഇത് RMC ഇക്കോ വേൾഡ് എന്ന് പറയുന്ന IT പാർക്കിൻ്റെ ഉള്ളിലാണ്. ഇത് വന്നിട്ട് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു സോഷ്യൽ ഹബ്ബാണ്. ഇവിടെ റീറ്റെയിൽ ഷോപ്സ് ഉണ്ട്, കഫേസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, വെൽനസ് ആൻഡ് റീക്രിയേഷന് വേണ്ടുന്ന കാര്യങ്ങളുണ്ട്. അതേപോലെ ഫാർമസി, ATM, സലൂൺസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമുക്ക് ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ചുറ്റും IT കമ്പനീസാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ മോസ്റ്റ്ലി IT എംപ്ലോയീസ് ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കുന്നത്. ആ ഒരു സമയത്ത് എനിക്ക് എൻ്റെ ഞാൻ വർക്ക് ചെയ്ത കാലഘട്ടമൊക്കെ ഓർമ്മ വന്നു. എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു എൻ്റെ ജോലി. ഇപ്പം എൻ്റെ ഈ ഫ്രണ്ട്സ് വരുന്നത് തന്നെ അവരുടെ ജോലിയുടെ ഇടയിൽ നിന്ന് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്യാം എന്നുള്ള പ്ലാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ദേ ഒരാൾ വന്നു, 2 ആൾ വന്നു, 3ാമത്തെ ആൾക്ക് വരാൻ പറ്റിയില്ല കേട്ടോ, കുറച്ച് ബിസി ആയിപ്പോയി. അയ്യോ എന്നെ ലുക്ക് യൂട്യൂബിൽ ഇടാനാണെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഒന്ന് ഇട്ട് സുന്ദരിക്ക് ഞാൻ മനസ്സിലാക്കി. ഇനി നന്ദുവിന്റെ ഇതാണ് ദീപ, അതാണ് കവിത. വളരെ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ് ഈ മീറ്റപ്പ്. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരുപാട് ആലോചിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പലപ്പോഴും നടക്കണം എന്നില്ല. വളരെ റാൻഡമായിട്ട് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അത് വേഗം നടക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ മീറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പം 3ാമത്തെ ആൾക്ക് പെട്ടെന്നൊരു ഓൺ കോൾ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. അപ്പം IT-യിലുള്ളവർക്കറിയാം, ഇവർ 2 പേരും ജോലിയുടെ ഇടയിൽ വന്ന കാരണം ഇവർക്കും അധികം സമയം നിൽക്കാൻ പറ്റില്ല. മാക്സിമം ഒരു 1-2 മണിക്കൂറൊക്കെ നിന്നാൽ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം ഈ റെസ്റ്റോറൻറ്റിൽ കയറി എന്തെങ്കിലും കഴിച്ചിട്ട് ആ ഒരു കഴിക്കുന്ന സമയം കൊണ്ട് കുറച്ച് സംസാരിച്ച് കഥകളൊക്കെ പറഞ്ഞ് എന്നിട്ട് പോകാം എന്നുള്ളതായിരുന്നു പ്ലാൻ. അപ്പോൾ ആ ഫുഡ് വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എല്ലാവരെയും ഒന്ന് വീഡിയോ കോൾ ചെയ്തു. ഞങ്ങളുടെ ബാക്കി മെമ്പേഴ്സിനെയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനും ദീപയും ഒരു കോളേജിലാണ് പഠിച്ചത്. അപ്പം ഞങ്ങൾക്ക് 2010 മുതൽ അറിയാം. പക്ഷേ ബാക്കിയുള്ളവരെ ഞങ്ങൾ 2014 ആണ് പരിചയപ്പെടുന്നതും. അന്ന് മുതലുള്ള ആ ഒരു റിലേഷൻ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇന്നും കണ്ടിന്യൂ ചെയ്തു പോകുന്നു. എല്ലാവരും അന്നുള്ള അതേ വൈബിൽ തന്നെയാണ് ഇപ്പോഴും. കുറേ പേര് കല്യാണം കഴിഞ്ഞു, റെസ്പോൺസിബിലിറ്റീസായി, എല്ലാവരും പല പല കമ്പനീസിലായി, പല പല പ്ലേസസിലായി എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എല്ലാവരും കൂടെ ഒരുമിച്ച് മീറ്റ് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ നടക്കാത്ത കാര്യമായിരിക്കും. പലരും ഇന്ത്യക്ക് പുറത്താണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ലീവ് കിട്ടണമെന്നില്ല. അപ്പോൾ പറ്റുന്ന പോലെ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും മീറ്റ് ചെയ്ത് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യും. ഒരു ഐറ്റം നമുക്കവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കഴിക്കണം എന്നുള്ളതിൻ്റെ ഒരു മാനുവലും കൂടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പേർട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അവളത് നമുക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട് എങ്ങനെ കഴിക്കണം എന്നുള്ളത്. ശ്രമിക്കാം. അറിയില്ലെങ്കിൽ നമ്മൾ അറിയുന്ന പോലെ ഭാവിക്കാം. ഇതിന് സെയിം ഇതിന്റെ ഫ്ലേവർ അപ്പൊ ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ചാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത്. ഒരു DIY ഐറ്റമാണ്. അതെ, ഇനി അഥവാ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് വെച്ച് സഹിച്ച് കഴിച്ച കാലത്ത് മറ്റേത് ഉരയ്ക്കൂല. എന്തായാലും പറയുന്നത് ഹാഫ് ചെറി ടൊമാറ്റോ അവസാനം ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ അപ്പോഴേ വിചാരിച്ചു ഈ വെളുത്തുള്ളിയൊക്കെ എങ്ങനെ അതിനകത്ത് വാരിക്കോരി ഒഴിക്കരുത്. മതി പെപ്പർ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കില്ലേ? ചില്ലി അറിയണല്ലോ നമുക്ക്. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞോ? നീ കഴിച്ചിട്ട് പോയാ മതി. ഇതൊക്കെ എന്റെ വാനില മിൽക്ക് ഷേക്കിന്റെ ടേസ്റ്റ് പോയി. കഴിച്ചിട്ട് പോയാ മതി എന്നൊക്കെ. ഇതെന്താ സാധനം? ഇത് റസ്ക് പോലെ ഉണ്ട്. ഇഷ്ടമായോ? അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മഗ്നോളിയയിൽ നിന്ന് ആലിയ ഭട്ടിൻ്റെ ഫേമസ് സ്ട്രെസ്ലെച്ചസ് കേക്ക് വാങ്ങിച്ചിട്ട് ദീപയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്നും കൂടി വിചാരിച്ചു. ആക്ച്വലി എല്ലാവരും ഫുള്ളായിരുന്നു. പക്ഷെ എന്നാലും ഒരു കേക്ക് വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ കുഞ്ഞു മീറ്റപ്പിൻ്റെ വിശേഷങ്ങൾ.
അപ്പോൾ ദീപയ്ക്ക് 1000 പിറന്നാൾ ആശംസകൾ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇതേപോലെ മീറ്റപ്സ് ഒക്കെ പ്ലാൻ ചെയ്ത് അടിച്ചു പൊളിക്കൂ. നമുക്ക് വീണ്ടും വേറെ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.